എല്ലാ ദിവസവും തേജസ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മറ്റ് പത്രങ്ങളും വായിക്കാറുണ്ട്. എന്നാൽ മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തേജസ്സിൽ വാർത്തകളൊന്നും വരുന്നില്ല. ഒരു തീവ്രവാദം ആരോപിക്കപ്പെടാനോ ഭീകരവാദം ആരോപിക്കപ്പെടാനോ ഒന്നും കഴിയുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ പഴുത് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു വാർത്തയും തേജസ്സിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല. തേജസ് വാർത്തകൾ വളച്ചൊടിക്കാതെ മായം ചേർക്കാതെ കൃത്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ്. എല്ലാ പത്രങ്ങളും രാജ്യത്തെ എല്ലാ പത്രങ്ങളും ഗവൺമെന്റിന്റെ ആനുകൂല്യത്തോടും കൂടിയാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായി പത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് പരസ്യം. കേരള ഗവൺമെന്റ് മറ്റ് പത്രങ്ങൾക്ക് നൽകുന്നത് പോലെ പരസ്യത്തിന്റെ ആനുകൂല്യം തേജസ് പത്രത്തിനും നൽകണം. അതാണ് നീതി. ഏതെങ്കിലും ഒരു പത്രത്തെ ഒഴിച്ചു നിർത്തുന്നതോ അല്ലെങ്കിൽ പരസ്യം തടയപ്പെടുന്നതോ അത് നീതിയല്ല. തേജസ്സിന് വന്നിട്ടുള്ള ഏതെങ്കിലും വാർത്തയെ സംബന്ധിച്ച് ഈ കാലം വരെ ഒരു കേസ് ചാർജ് ചെയ്തതായി അറിയില്ല. അപ്പം അങ്ങനെ ഒരു കേസ് വരാത്ത സ്ഥിതിക്ക് അത്തരത്തിൽ മോശപ്പെട്ട ഒരു റിപ്പോർട്ട് അന്വേഷണ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകാത്ത സ്ഥിതിക്ക് തേജസ്സിനെ മാറ്റി നിർത്തുന്ന ഒരു ഏർപ്പാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകരുത്. ഗവൺമെന്റ് ഏജൻസിയിൽ ചെയ്യാനും പാടില്ല. അത് നീതിയല്ല. അതുകൊണ്ട് മറ്റ് പത്രങ്ങൾക്ക് നൽകുന്നത് പോലെ തന്നെ പരസ്യത്തിന്റെ ആനുകൂല്യം തേജസ്സിനും നൽകണം. അത് പത്രം എന്ന നിലയിൽ ന്യായമായി തേജസ് അർഹിക്കുന്ന അവകാശവും കൂടിയാണ്. അവകാശ നിഷേധം ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് നടത്തപ്പെടാൻ പാടില്ല. രാജ്യത്തിന് ആർക്കും സമൂഹത്തിന് ആർക്കും പൊറുക്കപ്പെടാനും പറ്റത്തില്ല.